ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സ്നാക്ക് ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് ബ്രെഡ് ലോലിപോപ്പാണ്. വളരെ ഈസിയാണ് അത് തയ്യാറാക്കാൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ബീഫ് ബ്രെഡ് ലോലിപോപ്പ് തയ്യാറാക്കുന്നതിന് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് ഞാനൊരു പാൻ ആദ്യം തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയമൊന്നും വഴറ്റി അങ്ങനെ വളരെ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 5 സെക്കൻഡ് നമ്മളൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അതും സെയിം തന്നെയാണ്, ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 5 സെക്കൻഡ് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മളിതിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ബീഫ് വേവിച്ചതാണ്. ഉപ്പും കുരുമുളകും കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ടിട്ട് വേവിച്ച് ബീഫ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ബീഫ് ബ്രെഡ് ലോലിപോപ്പ് ആണല്ലോ, അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുറച്ചുകൂടെ വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ. ഇനി നമ്മളിത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലത്തെ വെള്ളം നമ്മൾ പ്രസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച ഈ ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഓരോന്നും റോൾ ചെയ്തിട്ട് എടുത്തു വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇതുപോലെ 5 എണ്ണം നമ്മൾ ബ്രെഡിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കി വെക്കാം. ഈ സമയത്ത് നമ്മളൊരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ബ്രെഡ് ഓരോന്നും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ ബ്രെഡ് ക്രംസിലേട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. ഓൾറെഡി എല്ലാം കുക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയമുള്ളൂ. അതുകൊണ്ട് വളരെ സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ.
ഇപ്പം നമ്മുടെ ബ്രെഡ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.